ഇത്ര മനോഹരമായ സന്തോഷം നിറഞ്ഞൊരു ദിവസം മദീനക്കാർക്ക് വേറെ ഉണ്ടായിട്ടില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹിജ്റയ്ക്ക് ശേഷം മദീനയിലേക്ക് പ്രവേശിച്ച ആദ്യ ദിവസത്തെപ്പറ്റി സ്വഹാബിമാർ പറയുന്നതാണിത്. പ്രവാചകൻ മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞതു മുതൽ പിന്നീടുള്ള ഓരോ ദിവസവും സുബ്ഹ് നമസ്കാരാനന്തരം മദീനയുടെ അതിർത്തിയിൽ വന്ന് അവർ കാത്തിരിക്കുകയാണ്. മരുഭൂമിയുടെ വിദൂരതയിലേക്ക് കണ്ണും നട്ട് അവരുടെ പ്രേമഭാജനമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കാത്ത് അവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നു. ഏറ്റവും മനോഹരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ അതിൽ 98% ആളുകൾ പോലും പ്രവാചകനെ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മനോഹരമായ അവരുടെ കാത്തിരിപ്പ് തുടരുകയാണ്. അങ്ങനെയാണ് ഒരു ദിവസം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖുബായിൽ നിന്നെത്തി പിന്നീട് ആ വെള്ളിയാഴ്ച ദിവസം മദീനയിലേക്ക് പ്രവേശിക്കുന്നത്. 500-ലധികം അൻസാരികളായ സ്വഹാബിമാർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വീകരിക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു. സ്ത്രീകൾ മുഴുവനും അവരുടെ വീട്ടിൻ്റെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് ആ പ്രവാചകനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കുട്ടികൾ സന്തോഷത്തോടെ ആർപ്പുവിളികളുമായിട്ട് മദീനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. കവികൾ ഉച്ചത്തിൽ പാടി പറയാൻ തുടങ്ങി: ത്വലാൽ ബദുർ അലൈന മിൻ സനിയാത്തിൽ വദാ. സനിയാത്തിൽ വദായിൽ നിന്ന് പ്രോജ്വലിക്കുന്ന പ്രശോഭിതമായ ആ പൂർണ്ണചന്ദ്രൻ ഇതാ നമ്മളിലേക്ക് ഉദിച്ചു വന്നിരിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആ മദീനയിലേക്ക് എത്തിച്ചേരുകയാണ്. മദീനയിൽ അവിടെ നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ ആദ്യമായിട്ട് നടക്കുന്നൊരു സംഭവം എന്തെന്ന് വെച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന ജൂത പണ്ഡിതനായിരുന്ന ഒരു വ്യക്തി. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് അവർക്ക് അവരുടെ മക്കളെക്കാൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുപരിചിതമായിരുന്നു. വരാൻ പോകുന്ന പ്രവാചകന്മാരുടെ ഓരോ അടയാളങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മദീനയിലുണ്ടായിരുന്ന ജൂത പണ്ഡിതനായിരുന്ന ഹുസൈൻ ഇബ്നു സലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഒരുപാട് ജൂതന്മാർ മദീനയിൽ താമസിച്ചു പോരാറുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഈ ഹുസൈൻ ഇബ്നു സലാം. അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. മദീനയിലെത്തി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാരികളുമായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നു. ചരിത്രത്തിലെ ദിഗന്ധങ്ങളിൽ രേഖപ്പെടുത്തിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തി ആദ്യമായിട്ട് എന്താണ് സംസാരിച്ചത് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതിനുള്ള മറുപടിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അഭിസംബോധന ചെയ്യുന്നു: യാ അയ്യുഹന്നാസ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ അയ്യുഹൽ മുസ്ലിം എന്നോ അങ്ങനെയൊന്നുമല്ല അവരെ അഭിസംബോധന ചെയ്യുന്നത്. അവിടെ ജൂതരായ ആളുകളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മറ്റു ബഹുദൈവാരാധകരുണ്ട്. അവരെല്ലാവരെയും ഒറ്റ വാക്കിൽ കൊണ്ടുവന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിസംബോധന ചെയ്യുന്നു. അതിനുശേഷം ആദ്യമായിട്ട് അവരോട് പറയുന്നത് അഫ്ഷു സലാമു ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാമൂഹിക കൂട്ടായ്മയ്ക്ക് ഇവിടെ അടിത്തറ പാകുകയാണ്. പരസ്പര സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പരസ്പരം സലാം പറയൂ എന്ന പ്രവാചകൻ്റെ മറ്റൊരു അധ്യാപനം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊരു സമൂഹത്തെ കെട്ടിപ്പടുത്താൻ പരസ്പര സ്നേഹ ബഹുമാനമുള്ള ഒരു സമൂഹത്തെയാണ്, ജനങ്ങളെയാണ് വേണ്ടത് എന്ന കൃത്യമായ ബോധ്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് അവരോട് നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ ഭക്ഷണം നൽകുക, നിങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം നൽകുക. അവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കുന്നുണ്ട്: നിങ്ങൾ വയറ് നിറച്ചുണ്ണുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മളിൽപ്പെട്ടവരല്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു ഹദീസുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ്. അഥവാ നിങ്ങളുടെ അയൽവാസിക്ക് കൂടെ ഭക്ഷണം കൊടുക്കാനും അവരെ ഭക്ഷിപ്പിക്കാനും പട്ടിണി കിടക്കുന്നവരെ ഊട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായിട്ട് പറയുന്നത്. മൂന്നാമതായി കുടുംബ ബന്ധം ചേർക്കുന്നതിനെ പറ്റിയും, നാലാമതായിട്ട് നിങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നതൊക്കെയാണ്. ഈ 4 കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗാവകാശിയാണ് എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നുകൊണ്ട് ആദ്യമായിട്ട് അവരോട് പറയുന്ന ആദ്യത്തെ സംസാരം. ഈ 4 കാര്യങ്ങളിൽ ഏറ്റവും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുത എന്തെന്ന് വെച്ചാൽ, ഇതിലാദ്യത്തെ 3 കാര്യവും സ്വയം ചെയ്യേണ്ട കാര്യങ്ങളല്ല, മറ്റുള്ള മനുഷ്യർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട നന്മകളെ പറ്റിയാണ്
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. സലാം പറയാനും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാനും കുടുംബ ബന്ധം ചേർക്കാനൊക്കെ പറയുന്നത് മറ്റുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നാലാമതായിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുക എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ സ്വയം നമ്മോട് ചെയ്യേണ്ട കടമകളായിട്ട് പറയുന്നത്. ബാക്കിയുള്ള 3 കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനെ പറ്റിയാണ് നബി പറയുന്നത്. ഇത് കേൾക്കുന്ന ആ ജൂത പണ്ഡിതൻ, നമ്മൾ പറയുന്നു ജൂത പണ്ഡിത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോകുന്നു. പിന്നീട് അദ്ദേഹം പ്രവാചകനോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അവരുടെ ഗ്രന്ഥങ്ങളിൽ വരാൻ പോകുന്ന പ്രവാചകന്മാരെ പറ്റി എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പരീക്ഷിക്കാൻ വേണ്ടി യഥാർത്ഥ പ്രവാചകനാണോ എന്നറിയാൻ വേണ്ടി 3 ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് അന്ത്യനാളിൻ്റെ പ്രഥമ ലക്ഷണത്തെ പറ്റിയാണ്. ആദ്യമായിട്ടുണ്ടാകുന്ന ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണം എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത്. അതിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നു. അതൊരു തീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറുപടിയാണ്. ആദ്യമായിട്ടൊരു തീ വെളിവാകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മറുപടി. അത് അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചതാണ്. ഇവിടെ ഹദീസിൽ നമുക്ക് അതിൻ്റെ വിശദമായ വിവരങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നീട് ചോദിക്കുന്നത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ലഭിക്കുന്ന ഭക്ഷണം ഏതാണ്. അത് ഒരു സീ ഫുഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ഭക്ഷണമാണ് എന്ന മറുപടിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നു. മൂന്നാമതായിട്ട് മാതാവ് പ്രസവിക്കുന്ന സമയത്ത് ജീനിയോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണത്. മാതാവ് പ്രസവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ കുട്ടിക്ക് പിതാവിൻ്റെ ഛായ ഉണ്ടാവുന്നത് എന്നതായിരുന്നു ചോദ്യം. അതിന് ഭ്രൂണശാസ്ത്രപരമായിട്ടുള്ള ഒരു മറുപടിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇങ്ങനെ ആ ജൂത പണ്ഡിതൻ ചോദിച്ച 3 ചോദ്യത്തിനും അതിൻ്റെ കൃത്യമായ മറുപടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായ വഹി മുഖേന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അവസരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തതായിരുന്നു. ഉടനടി ആ ജൂത പണ്ഡിതൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് പിന്നീട് മാറ്റുന്നു. അബ്ദുല്ലാഹി ബിൻ സലാം എന്നാക്കി മാറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവരെല്ലാവരും അവരെ തള്ളിപ്പറയൊക്കെ ചെയ്യുന്ന വിശദമായ സംഭവങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തി. അതേ പ്രവാചകൻ്റെ ഒട്ടകം കസ്വ എന്നു പേരുള്ള അബൂബക്കർ തങ്ങളുടെ അടുത്ത് നിന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങിയ ഒട്ടകം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിശദമായ ഹിജറയുടെ യാത്രാ വിവരണം മുഴുവനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ചർച്ച ചെയ്തതായിരുന്നു. അത് കാണാത്ത ആളുകളെല്ലാം ആ വീഡിയോ കണ്ടതിന് ശേഷം ഇവിടേക്ക് വരിക എന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ മദീനയിലേക്കെത്തി ആ ഒട്ടകം മദീനയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അള്ളാഹു നൽകിയ കൽപ്പന പ്രകാരം എവിടെയാണോ ഈ ഒട്ടകം നിൽക്കുന്നത് ആ വീട്ടിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കേണ്ടത്. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ഗോത്രങ്ങൾക്ക് ഓരോ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഗോത്രങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ആളുകളും വിചാരിക്കും, നബി നമ്മുടെ വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ, നമ്മുടെ ഗോത്രത്തിൽ താമസിച്ചിരുന്നെങ്കിൽ. മാത്രമല്ല ചില ആളുകളൊക്കെ അതിൻ്റെ കയറ് പിടിച്ച് വലിക്കാനും ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ പറയുന്നു, ഇല്ല, അതിനുപേക്ഷിക്കൂ, അതിനെ സ്വതന്ത്രമായി വിടൂ. എവിടെയാണ് അതിന് നിൽക്കേണ്ടതെന്ന കൃത്യമായ കൽപ്പന അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് അവിടെ ചെന്ന് മുട്ടുകുത്തും എന്നതായിരുന്നു. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞുപോയ ഗോത്രക്കാർക്ക് വേദനയും വരാനിരിക്കുന്ന ഗോത്രക്കാർക്ക് പ്രതീക്ഷയും നൽകിക്കൊണ്ട് കസ്വ ഒട്ടകം ആ മരുഭൂമിയിലൂടെ മദീനയുടെ യസ്രീബിൻ്റെ മണ്ണിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സ്വയം പ്രഖ്യാപിക്കാതെ ഈ ഒട്ടകം മുട്ടുകുത്തുന്നിടത്ത് താമസിക്കുന്നു എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതിന് പണ്ഡിതന്മാരൊക്കെ പറയുന്ന മറുപടി, അല്ലെങ്കിൽ ചരിത്രം അറിയുന്നവർ ഒരു സംശയത്തിന് വേണ്ട നൽകാതെ പറയുന്ന മറുപടി, അത് ഇസ്ലാമിലേക്ക് പുതിയതായിട്ട് വന്ന ആളുകളാണ് മദീനയിലുള്ളത്. അൻസാരികൾ മുഴുവനും പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അതിൻ്റെ ആദർശ വിശുദ്ധിയിലെ തുടക്കക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ഗോത്രവറികളൊക്കെ സജീവമായി നിലനിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ഗോത്രക്കാർക്ക് ഈ ഗോത്രക്കാരുടെ അസൂയയും അതിനൊരു പ്രശ്നങ്ങളൊക്കെ ഒന്നും ഉണ്ടാവരുത് എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകം മുട്ടുകുത്തുന്നത് എവിടെയാണോ അവിടെ ഞാൻ താമസിക്കും എന്ന് പറഞ്ഞത്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തീരുമാനമെടുക്കുന്നു. ആ ഒട്ടകം എല്ലാ വീടുകളും കഴിഞ്ഞുപോയി ഒരു ഒഴിഞ്ഞ പറമ്പിൽ, അവിടെ മദീനയിലെ ആളുകളൊക്കെ അവരുടെ ഈത്തപ്പഴമൊക്കെ ഉണക്കാനിട്ടിരുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് കസ്വ മുട്ടുകുത്തുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ആരുടേതാണ് ഈ സ്ഥലം? അവിടുന്ന് മറുപടി പറയുന്നുണ്ട്, സഹൽ സുഹൈൽ എന്നു പേരുള്ള 2 അനാഥ മക്കളുടേതാണ്. അവർ സന്തോഷത്തോടുകൂടെ പ്രവാചകൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. ഈ സ്ഥലം നിങ്ങളുടെ എടുത്തുകൊള്ളൂ നബി എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വേണ്ട, സൗജന്യമായിട്ട് എനിക്ക് വേണ്ട. അതിന് കൃത്യമായ വില നൽകിയിട്ട് ആ 2 അനാഥ കുട്ടികൾക്ക് നൽകുകയാണ്. ശേഷം അവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ശിലാകേന്ദ്രമായ മസ്ജിദുൻ നബവിയുടെ
നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആദ്യ ദിവസം തന്നെ തുടക്കം കുറിക്കുകയാണ്. ഇവിടെയാണ് മദീനയിലെ പള്ളി നിർമ്മിക്കേണ്ടത് എന്ന് നിർണയിച്ചു കൊടുക്കുന്നു. അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ, അത് ആരുടേതാണോ വീട്, അവിടെയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകുന്നത് വരെ താമസിക്കുക എന്നും പ്രഖ്യാപിക്കുകയാണ്. ആളുകൾ നോക്കുമ്പോൾ മദീന പള്ളിയുടെ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള വീട് അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തെ മുഴുവൻ നിധിയും എനിക്ക് അന്നേ ദിവസം കിട്ടിയതുപോലെയായിരുന്നു എൻ്റെ അനുഭവം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹം അത്രത്തോളം സന്തുഷ്ടനായിരുന്നു. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. 2 നിലകളുള്ള വീടായിരുന്നു. നബിയോട് മുകളത്തെ നിലയിൽ താമസിക്കാൻ പറയുന്നു. അവരും ഭാര്യയും അടിയിലും താമസിക്കുന്നു. പക്ഷേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിരസിക്കുകയാണ്. കാരണം എന്നെ കാണാൻ ഒരുപാട് ആളുകൾ വന്നേക്കാം, ഞാൻ മുകളിൽ താമസിച്ചു കഴിഞ്ഞാൽ താഴെ താമസിക്കുന്ന നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവർ 2 പേരെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മുകളിലും പ്രവാചകൻ ആ വീടിൻ്റെ താഴെ നിലയിലും താമസം തുടങ്ങുകയാണ്. ആ കുടുംബത്തിൻ്റെ പ്രൈവസി അത്രമേൽ സുതാര്യതയോടെ ബഹുമാനിക്കുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ആ ചരിത്രം നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ അന്ന് രാത്രിയായി. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെയും ഇവർ മുകളിലും താമസിക്കുകയാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് അബൂ അയ്യൂബിൽ അൻസാരിക്ക് ഒരു മാനസികമായ വിഷമം തോന്നുന്നത്. കാരണം നമ്മുടെ കാലിൻ്റെ താഴെയല്ലയോ പ്രവാചകൻ കിടക്കുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. ഉറങ്ങിയിരിക്കുന്ന പ്രവാചകനെ വിളിപ്പിച്ച് മുകളിലേക്ക് കയറ്റുക എന്നതും ബുദ്ധിമുട്ടിക്കലാണ്. അതുകൊണ്ട് പ്രവാചകൻ വീടിൻ്റെ നടുവിലാണ് കിടക്കുന്നത്. അവരും ഭാര്യയും വീടിൻ്റെ ഓരം ചേർന്നിട്ടാണ് അന്ന് രാത്രി മുഴുവനും തള്ളി നീക്കുന്നത്. സുബഹിയുടെ സമയമായപ്പോൾ പെട്ടെന്ന് തന്നെ പ്രവാചകൻ്റെ അടുത്ത് ചെല്ലുന്നു, നബിയെ, ഇന്നലെ രാത്രി ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകൾ മുഴുവനും പറയുന്നു. ആ സമയത്ത് പ്രവാചകൻ പറയുന്നത്, അതൊന്നും പ്രശ്നമില്ല, ഞാൻ മുകളിൽ താമസിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തന്നെ അവിടെ താമസിച്ചുകൊള്ളൂ, ഞാനിവിടെ താഴെ താമസിക്കാം, അതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ തിരിച്ചയക്കുകയാണ്. അതുപോലെ മറ്റൊരു തണുത്തുറഞ്ഞ ദിവസം അവരുടെ വെള്ളം കുടിക്കാനുള്ള ഒരു കൂജ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുകയാണ്. നമ്മൾ 2 നില വീട് എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ കാഴ്ച കാണരുത്. കോൺക്രീറ്റ് വീടുകളോ ടൈൽസ് പാകിയ തറകളോ ഒന്നുമല്ല, മരത്തിൻ്റെ തറയാണ് മുകളിലുള്ളത്. മുകളിലൊരു വെള്ളക്കൂജ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ആ വെള്ളം എത്രയും വേഗത്തിൽ അത് താഴേക്ക് ഒലിച്ചിറങ്ങും. അതുകൊണ്ട് തന്നെ ഉടനടി അവർ പുതച്ചുകൊണ്ടിരുന്ന പുതപ്പെടുത്തിട്ട് ആ കൂജയ്ക്ക് മുകളിലേക്കിട്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും ഒരു തുള്ളി പോലും താഴെ കുറ്റി വീണ് പ്രവാചകൻ്റെ ഉറക്കം ശല്യപ്പെടുത്താതെ അത് മുഴുവനും ആ പുതപ്പിൽ ഒപ്പിയെടുക്കുകയാണ്. അതിനുശേഷം ആ തണുത്തുറഞ്ഞ രാത്രിയിൽ ഒരു പുതപ്പ് പോലും ഇല്ലാതെ തണുത്തു വിറച്ച് കിടക്കുന്ന അബൂ അയ്യൂബ് അൻസാരിയെയും അവരുടെ ഭാര്യയെയുമാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. പിറ്റേന്ന് ഉറക്കുണർന്നു കഴിഞ്ഞപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഇതേ പരാതിയുമായിട്ട് വീണ്ടും അബൂ അയ്യൂബ് അൻസാരി ചെല്ലുകയാണ്. കഴിഞ്ഞ രാത്രിയിലെ വിവരങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മുകളിൽ താമസിക്കുകയും അവരെ 2 പേരെയും താഴേക്ക് താമസം മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. വലിയ സമ്പന്നനായ സ്വഹാബിയായിരുന്നില്ല അബൂ അയ്യൂബ് അൻസാരി. പക്ഷേ ഏറ്റവും സമ്പുഷ്ടമായ, ഏറ്റവും സുതാര്യമായ ഭക്ഷണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാൻ വേണ്ടി എപ്പോഴും അവർ ജാഗ്രതയോടെ പാലിക്കുമായിരുന്നു. ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവനും പ്രവാചകന് കൊണ്ടുകൊടുക്കും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് അല്പം മാത്രം കഴിച്ച് ബാക്കി ഭക്ഷണം മുഴുവനും അവരുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുകൊടുക്കും. അപ്പോൾ ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരല് പതിഞ്ഞ ഭാഗത്ത് നിന്ന് കഴിക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തുമായിരുന്നു അബൂ അയ്യൂബ് അൻസാരിയും അവരുടെ ഭാര്യയൊക്കെ. അങ്ങനെ വളരെ മനോഹരമായിട്ട് അവരുടെ ദിവസങ്ങൾ അങ്ങനെ നീങ്ങുകയാണ്. ഒരു ദിവസം കൊണ്ടുകൊടുത്ത ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കാതിരുന്നപ്പോൾ വേവലാതിയോടെ ചെല്ലുന്ന അബൂ അയ്യൂബ് അൻസാരിയോട് പറയുന്നത്, അതിൽ പച്ച ഉള്ളി, വേവിക്കാത്ത ഉള്ളി ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ കാണാത്ത ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അഥവാ മലക്കുകളെ പറ്റിയാണ് പറയുന്നത്. അവർക്കതിൻ്റെ ദുർഗന്ധം സഹിക്കുകയില്ല. മലക്കുകൾക്ക് സ്മെൽ സെൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുഗന്ധം ഒരുപാട് ഉപയോഗിക്കാനും ഇങ്ങനെ ദുർഗന്ധം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളൊന്നും നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്ന അവസ്ഥയിലൊന്നും ഇതുപോലത്തെ ഉള്ളി കഴിക്കുന്നതിനെ പറ്റിയുള്ള ഹദീസുകളൊക്കെ നമ്മൾ കാണുന്നത്. വേവിക്കാത്ത ഉള്ളി നിങ്ങൾ കഴിക്കരുത് എന്നൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇത് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ അതുകൊണ്ട് ഇന്നു മുതൽ ഞാനും ഉള്ളി കഴിക്കുന്നില്ല എന്ന് പറയുന്ന അബൂ അയ്യൂബ് അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തങ്ങളുടെ ജീവിതത്തിലേക്കും പകർത്താൻ ശ്രമിക്കുന്ന അനുചരരെ നമ്മൾ ആ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഏറെക്കാലം ആ സ്വഹാബി വര്യൻ ജീവിക്കുന്നുണ്ട്. 4 ഖുലഫാ റാഷിദുകളുടെ കാലശേഷം പിന്നീട് മുആദ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്തൊക്കെയാണ് പിന്നീട് ഈ സ്വഹാബി വര്യൻ ഈ ലോകത്തോട് വിട പറയുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ പോയ കൂട്ടത്തിലായിരുന്നു
അബൂ അയ്യൂബുൽ അൻസാരി അവിടേക്ക് പോയ വേളയിൽ ഇദ്ദേഹം രോഗം പിടിപെട്ടിട്ട് വഫാത്താവുകയാണ് ചെയ്യുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബാ ഗ്രാമത്തിലെത്തി ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് പള്ളിയാണ്. പിന്നീട് മദീനയിലേക്ക് എത്തിയപ്പോഴും ഇതുപോലെ ആദ്യമായിട്ട് ഇവിടെ നിർമ്മിക്കുന്നത് പള്ളിയാണ്. തനിക്ക് ഒരു താമസിക്കാനൊരു വീട് നിർമ്മിക്കുന്നതിന് മുൻപ് മദീനയിൽ ഒരു പള്ളി ഉണ്ടാവണം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയും അങ്ങനെ ആ പള്ളി നിർമ്മാണത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പിന്നീട് മദീന ഉണരുന്നത്. വളരെ മനോഹരമായ ദിവസങ്ങളായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. ആ തോട്ടത്തിലുണ്ടായിരുന്ന സഹിൽ സുഹൈൽ എന്ന അനാഥ മക്കളുടെ കയ്യിൽ നിന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമി, അതിൽ പള്ളി നിർമ്മാണം ആരംഭിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഈന്തപ്പന മരങ്ങളൊക്കെ ആദ്യം മുറിച്ചു മാറ്റി ശേഷം ചെളി കൊണ്ട് നിർമ്മിച്ച വലിയ മൺകട്ടകൾ കൊണ്ട് അങ്ങനെ അവർ ആ പള്ളിയുടെ ചുറ്റുമതിലുകളൊക്കെ പണിയുകയും പിന്നീട് ആ മുറിച്ച മരം കൊണ്ട് തന്നെ അവർ അതിന് മേൽക്കൂരി ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അനാവശ്യമായി മരം മുറിക്കുന്നതിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ എതിർത്തിരുന്നു. മാത്രമല്ല, നാളെയാണ് ഖിയാമത്ത് നാൾ എന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു വിത്തുണ്ട്, മരം നടാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങളൊരു മരം നടണം എന്നൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, യുദ്ധവേളയിൽ പോലും നിങ്ങൾ അനാവശ്യമായി മരം മുറിച്ച് കളയരുത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹദീസുകൾ ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘവീക്ഷണവും അതിൻ്റെ ഒരുപാട് പഠനങ്ങളും നമ്മൾ ഇക്കാലത്ത് കൂടെ വായിക്കുന്നുണ്ട്. അങ്ങനെ ആ പള്ളിയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതാവായിട്ട് അവിടെ ഇരിക്കുകയല്ല, കൽപ്പിക്കുകയല്ല, മറിച്ച് അവരുടെ കൂടെ ചെന്ന് ജോലി ചെയ്യുകയാണ്. എല്ലാവരും ഓരോ കട്ട ഉയർത്തുമ്പോൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു 2 കട്ട ഉയർത്തിക്കൊണ്ട് പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കെടുക്കുകയും പ്രവാചകൻ അവർക്ക് ഇരട്ടി കൂലിയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷിയുടെ കുടുംബമാണത്. അമ്മാർ ഇബ്നു യാസിർ അഥവാ യാസിർ റളിയല്ലാഹു അൻഹുവും അവരുടെ ഭാര്യയൊക്കെ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട അവരുടെ വേദനിപ്പിക്കുന്ന ചരിത്രം നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ പള്ളിയുടെ ഭാവനാ ചിത്രം, ആ ചരിത്ര രേഖകളൊക്കെ പരിശോധിച്ച് ഇന്നത്തെ കാലത്ത് ചരിത്രകാരന്മാരുണ്ടാക്കിയെടുത്ത ആ പള്ളിയുടെ ഒരു ഭാവനാ ചിത്രമൊക്കെ ഉണ്ട്. ആ പള്ളിയുടെ ഒരു ഭാവനാ ചിത്രമാണ് ഈ കാണുന്നത്. മണ്ണ് കൊണ്ടും ഇഷ്ടിക കൊണ്ടും നിർമ്മിച്ച 4 ചുമരുകളും മാത്രമല്ല ഈന്തപ്പന കൊണ്ട് നിർമ്മിച്ച തൂണുകൾ, കിബിലയുടെ ഭാഗത്തും മാത്രം 7 മുഴം അളവിലുണ്ടാക്കിയിരുന്ന മേൽക്കൂരയും അങ്ങനെയൊക്കെയായിരുന്നു. മാത്രമല്ല ആ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 ഭാര്യമാർക്ക് വേണ്ടി 2 വീട് നിർമ്മിച്ചിരുന്നു. ആയിഷ ബീവിയുടെയും സൗദ റളിയല്ലാഹു അൻഹയുടെയും 2 വീടുകൾ നമുക്കവിടെ കാണാം. പിന്നീട് കിബില മാറ്റം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം അത് പള്ളിയുടെ പിറകിലായിരുന്നു, കിബിലയുടെ പിറകിലായിരുന്നു ഈ 2 വീടുകളെങ്കിൽ പോലും പിന്നീട് മസ്ജിദുൽ അക്സയിൽ നിന്ന് മാറ്റി കഅബയിലേക്ക് തന്നെ നിസ്കരിക്കാനുള്ള കൽപ്പന വന്നപ്പോൾ പിന്നീട് പള്ളിയുടെ മുന്നിലായിട്ട് ആ 2 വീടുകൾ വരുന്നു. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ വിവാഹം നടക്കുന്നതോടുകൂടി അവിടെ വീടുകൾ അധികരിച്ചു വരികയും അങ്ങനെ 9 വീടുകളും ആ പള്ളിക്ക് സമീപത്ത് തന്നെ നിർമ്മിക്കുകയും ചെയ്യുകയാണ്. വീട് എന്ന് പറയുമ്പോൾ അത്ര വലിയ സങ്കല്പങ്ങളിലേക്കൊന്നും നമ്മൾ പോകരുത്. വെറും 5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള വീടുകളാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഒന്ന് കൈ ഉയർത്തിയാൽ മുകളിൽ തട്ടുന്ന അത്ര ഉയരം മാത്രമാണ് ആ വീടുകൾക്ക് ഉണ്ടായിരുന്നത്. ഈന്തപ്പന ഓലകൾ കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര, വാതിലിന് പകരം അവിടെ ഇങ്ങനെ തുണി താഴ്ത്തിയിടുകയൊക്കെ ആയിരുന്നു. അത്രത്തോളം ഒരു സമൂഹത്തിൻ്റെ നേതാവിൻ്റെ വീടിൻ്റെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നരായ എത്രയോ സ്വഹാബിമാരുണ്ട്. ആർഭാടത്തോടെ വീട് പണിയാനുള്ള സൗകര്യം മുഴുവനും പ്രവാചകനുണ്ടായിട്ട് പോലും അതൊന്നും സ്വീകരിക്കാതെ വളരെ ലളിതമായ ജീവിത രീതികൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുകയാണ്. ഈ വീടിൻ്റെയും പള്ളിയുടെയൊക്കെ നിർമ്മാണം പൂർത്തിയായതോടുകൂടെ പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ അവശേഷിക്കുന്ന ബന്ധുക്കളെ മുഴുവനും ഇവിടേക്ക് കൊണ്ടുവരാൻ പറയുകയാണ്. അങ്ങനെ അതിന് സ്വഹാബിമാരെ പറഞ്ഞയക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ബന്ധുക്കളെ മുഴുവനും നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൂടെ സൂചിപ്പിച്ചതുപോലെ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പുറപ്പെടുമ്പോൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവർ ഖുബാ ഗ്രാമത്തിലെത്തിയിട്ടാണ് പിന്നീട് പ്രസവിക്കുന്നതും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന അവർക്ക് കുട്ടി പിറക്കുകയും അവരുടെ നേരെ പ്രവാചകൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈത്തപ്പഴം വായിലിട്ട കുട്ടിക്ക് കൊടുക്കുന്നൊക്കെ മനോഹരമായ ചരിത്ര സന്ദർഭങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ മദീനയിലെ ആ സന്തുഷ്ട ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യകാലത്ത് ജമാഅത്ത് നമസ്കാരങ്ങളൊന്നും നിലവിലില്ല. കാരണം ശത്രുക്കളെ പേടിച്ചിട്ടായിരുന്നു അവരവിടെ ജീവിച്ചിരുന്നത്. മദീനയെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യകാലത്തെ ഇസ്ഹാബ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇവിടെ വന്ന് പ്രബോധനം തുടങ്ങി. അവർ ആദ്യകാലത്തെ ജുമുഅ നമസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവർ മദീനയിലേക്ക് എത്തിയത് ഉടനെ ഇവിടെ ജുമുഅ നമസ്കാരങ്ങളും ജമാഅത്ത് നമസ്കാരങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് ആരംഭിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മദീന പള്ളിയിൽ ഒരു മരത്തടിയിൽ
ഈ ഒരു ഈന്തപ്പനയുടെ മരത്തടിയിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്ന് ഖുതുബയൊക്കെ നിർവഹിച്ചിരുന്നത്. നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കയറി നിന്ന് നിസ്കരിക്കുകയായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഒരു അൻസാരി സ്ത്രീ ഇത് കണ്ട ഉടനെ പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, എൻ്റെ ഒരു അടിമയുണ്ട്, നല്ല ആശാരിയാണ്, അവനെ കൊണ്ട് ഞാൻ നല്ലൊരു മിമ്പർ പണിയിപ്പിച്ച് തരാം എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ സമ്മതം മൂളുന്നു. അങ്ങനെ ആ സ്ത്രീ ഒരു മനോഹരമായ 3 പടികളുള്ള ഒരു മിമ്പർ പണിതിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരികയും അത് അവിടെ സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഒട്ടകക്കുട്ടിയുടെ കരച്ചിൽ പോലെയുള്ള ഒരു കരച്ചിൽ മദീന പള്ളിയിൽ അവർ കേൾക്കുന്നത്. എന്താണ് എന്ന് അവർ ചുറ്റും നോക്കുന്നുണ്ട്. അവർക്ക് എന്താ മനസ്സിലാകുന്നില്ല. ഉടനടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയുടെ പുറത്തേക്ക് ചെല്ലുന്നു. അന്നേ വരെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്നിരുന്ന, പ്രസംഗിച്ചിരുന്ന, നിസ്കരിച്ചിരുന്ന ആ മരത്തടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദസ്പർശനം ഇനി ഏൽക്കില്ലല്ലോ, ഇനി പ്രവാചകൻ്റെ കൂടെ ജീവിതമില്ലല്ലോ എന്ന് കരുതിയിട്ട് അത് കരയുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരത്തടിയുടെ അടുത്ത് ചെന്ന് അതിനെ ചേർത്ത് പിടിക്കുന്നു, അതിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. 100 കണക്കിന് സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അത്രയും സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്ത സത്യസന്ധമായ ഹദീസാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മരങ്ങൾ മുഴുവൻ നബിയോട് സലാം പറയുന്ന, കല്ലുകൾ സലാം പറയുന്ന, ഒട്ടകങ്ങളും മാനുകളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പരാതി പറയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്തായിരുന്നു ഇതുമെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. മദീനയിലേക്ക് എത്തിയതിനു ശേഷം അസ്അദ് ബിൻ സുറാറ എന്ന അഖബ ഉടമ്പടിയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു വ്യക്തിയായിരുന്നു. അവരാണ് മദീനയിലെത്തിയതിനു ശേഷം ആദ്യമായിട്ട് വഫാത്താകുന്ന സ്വഹാബി. അവരെ അവിടുത്തെ ഖബർസ്ഥാനിൽ തന്നെ പിന്നീട് ഖബറടക്കുന്നുണ്ട്. അതാണ് പിന്നീട് ജന്നത്തുൽ ബക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന ഖബർസ്ഥാനമായിട്ട് പിന്നീട് മാറുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻസാരികൾ അഥവാ മദീനയിൽ ഉണ്ടായിരുന്ന സ്വഹാബിമാർ, ഈ മക്കയിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്ന മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച സ്നേഹത്തിൻ്റെ ഏടുകളാണ് മദീനയുടെ ചരിത്രം പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളോട് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മക്കയിൽ നിന്ന് വന്ന നിങ്ങളുടെ സഹോദരന്മാർ അവരവരുടെ നാടും വീടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഉടനടി അൻസാരികൾ വന്നിട്ട് നബിയോട് പറയുന്നത്, നബിയെ, ഞങ്ങളുടെ സമ്പത്തിൻ്റെ പകുതി ഞങ്ങൾ അവർക്ക് നൽകാം. ഞങ്ങൾക്കൊന്നിലധികം ഭാര്യമാരുള്ളവർ അവരുടെ ഒരു ഭാര്യ, ഇഷ്ടമുള്ള ഭാര്യയെ അവർക്ക് സ്വീകരിക്കാം. അങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും പകുതിയായിട്ട് നിങ്ങൾക്ക് മുഹാജിരിങ്ങൾക്ക് നൽകാം എന്ന ഉടമ്പടി അവിടെ വെക്കുകയാണ്. പ്രവാചകൻ അത് നൽകാൻ പോലും പറഞ്ഞിട്ടില്ല. അവർ അവിടെ അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തൻ്റെ സമ്പത്തിൻ്റെ പകുതി മറ്റൊരു മനുഷ്യനെടുത്തു കൊടുക്കാൻ കാണിക്കുന്ന അവരുടെ മനസ്സിൻ്റെ ഒരു ശുദ്ധി, അൻസാരികളെപ്പറ്റി ഖുർആൻ പോലും പ്രകീർത്തിക്കുന്ന ആ മനോഹരമായ സ്വഭാവം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ, രണ്ടാളുകൾക്കിടയിൽ സൗഹൃദം ഉണ്ടാക്കുന്നുണ്ട്. മക്കയിലെ സമ്പന്ന സ്വഹാബിയായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അവർ ആ സമ്പത്ത് മുഴുവൻ ഉപേക്ഷിച്ചിട്ടാണ് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മദീനയിലെത്തിയ ഉടനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗഹൃദത്തിൽ ഏർപ്പെടുത്തുന്നത് ഈ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും മദീനയിലെ സമ്പന്നനായ സ്വഹാബിയായിരുന്ന സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിനെയാണ്. സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു നേരെ പറയുന്നത്, അബ്ദുറഹ്മാൻ, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, മദീനയിലെ ഏറ്റവും സമ്പന്നനായ ആളാണ് ഞാൻ, എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരാം. എനിക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട്, അതിലേത് ഭാര്യയാണോ നിങ്ങൾക്കിഷ്ടം അവളെ ഞാൻ തലാഖ് ചൊല്ലി നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാം. ആ മനുഷ്യരൊക്കെ കാണിക്കുന്ന അവരുടെ ഒരു മാനസികം, അല്ലെങ്കിൽ അവരുടെ ഈമാനിൻ്റെ ഒരു ശക്തി, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അവർ നടത്തുന്ന അവരുടെ ഉദാര മനസ്കത നമ്മളവിടെ വായിച്ചെടുക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്കൊന്നും വേണ്ട, എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി എന്ന. 2 മനുഷ്യരുടെയും ഈമാൻ നിങ്ങളൊന്ന് നോക്കുക. ഉടനടി മദീനയിലെ മാർക്കറ്റ് കാണിച്ചു കൊടുക്കുന്നു. അന്ന് അവർക്ക് ഭക്ഷണം ലഭിച്ചിരുന്ന കുറച്ചു വെണ്ണയും ഈത്തപ്പയൊക്കെയാണ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് ആ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത്. അതിന് കിട്ടിയ പൈസ കൊണ്ട് മറ്റ് ചരക്കുകൾ വാങ്ങുന്നു. അങ്ങനെ പതിയെ കച്ചവടം ചെയ്ത് മദീനയിലെ ഏറ്റവും സമ്പന്നനായ സ്വഹാബിയായിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മാറുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അൻസാരികൾ വീണ്ടും പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നബിയെ, ഞങ്ങളുടെ സമ്പത്തുകളൊക്കെയാണ് ഞങ്ങൾ പരസ്പരം ഭാഗം വെച്ചത്, ഭാര്യമാരൊക്കെയാണ് ഞങ്ങൾ പരസ്പരം വീതം വെച്ചത്, ഞങ്ങളുടെ തോട്ടങ്ങൾ ഒരുപാടുണ്ട്, ഞങ്ങൾ അതുകൂടെ വീതം വെക്കട്ടെയോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ട് പോലുമില്ല. സമ്പത്ത് മാത്രമാണ് വീതം വെച്ചത്, ഞങ്ങൾക്ക് ഒരുപാട് ഈന്തപ്പന തോട്ടങ്ങളും കൃഷിയും ഉണ്ട്, അത് ഞങ്ങൾ പരസ്പരം കൈമാറട്ടെയോ എന്ന് ചോദിക്കുകയാണ്.
മദീനയുടെ കാലാവസ്ഥ, അവിടുത്തെ ഭൂപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സാമ്പത്തിക മാർഗം എന്നുള്ളത് കൃഷിയായിരുന്നു. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കച്ചവടമായിരുന്നു. അവിടെ കൃഷിയോ അല്ലെങ്കിൽ അതിനനുയോജ്യമായ സാഹചര്യം ആയിരുന്നില്ല. മദീനയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കച്ചവടങ്ങളും മാർക്കറ്റുകളും മുഴുവനും അടക്കി വാണിരുന്നത് ഇവിടുത്തെ ജൂതന്മാരായിരുന്നു. ഇവിടെ കൃഷി ചെയ്യലായിരുന്നു ഇവിടുത്തെ അൻസാരികളായ മുസ്ലിങ്ങളുടെ അവരുടെ ജീവിത ശൈലിയും പ്രധാനപ്പെട്ട വരുമാന മാർഗവും എല്ലാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നത്, നിങ്ങൾ തോട്ടങ്ങൾ വീതം വെക്കേണ്ടതില്ല. കാരണം അവർക്ക് കൃഷിയെപ്പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ട് അറിയാത്ത ആളുകൾക്ക് നിങ്ങളുടെ പകുതി കൃഷിയിടം കൊടുത്തു കഴിഞ്ഞാൽ അത് മദീനയുടെ വലിയ സാമ്പത്തിക തകർച്ചയ്ക്ക് അത് കാരണമാക്കുമെന്ന് മുൻകൂട്ടി കണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തോട്ടങ്ങൾ നിങ്ങൾ വീതം വെക്കേണ്ടതില്ല. അത് നിങ്ങൾ ഒരുമിച്ച് പണിയെടുക്കുകയും അവർ നിങ്ങളെ സഹായിക്കട്ടെ, തോട്ടത്തിലെ ജോലികൾക്കെല്ലാം അവർ നിങ്ങളെ സഹായിക്കട്ടെ, അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നിങ്ങളുടെ പങ്ക് അവർക്ക് കൊടുത്താൽ മതി എന്നൊക്കെയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. മദീനയുടെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നുണ്ട്. അവിടെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. എത്രത്തോളം ഈ അൻസാരികൾ മക്കയിൽ നിന്ന് വന്ന സ്വഹാബിമാരെ സഹായിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ, ഒരു ദിവസം ഒരു സ്വഹാബി വിശപ്പ് സഹിക്കവയ്യാതെ പ്രവാചകനോട് ചെന്നിട്ട് പരാതി പറയുകയാണ്, നബിയെ വിശക്കുന്നുണ്ട്. ഉടനടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണവും ഒന്നും ഇല്ല എന്നാണ് വീട്ടിൽ നിന്ന് പറയുന്നത്. ഉടനടി ആ സ്വഹാബിയെയും കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ സ്വഹാബിയെ ഇന്ന് ആർക്കാണ് രാത്രി ഭക്ഷണം കൊടുക്കാൻ പറ്റുക? ഉടനടി ഒരു അൻസാരിയായ സ്വഹാബി എഴുന്നേറ്റ് നിൽക്കുന്നു. അവരെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് എത്തിയിട്ട് ആ അൻസാരിയായ സ്വഹാബി ഭാര്യയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നു, ഇന്ന് നമുക്ക് പ്രവാചകൻ്റെ ഒരു അതിഥിയുണ്ട്, നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കണം, എന്താണ് വീട്ടിലുള്ളത്? ആ സ്വഹാബിയുടെ ഭാര്യ അത്ഭുതപ്പെട്ട് പറയുന്നു, ഇന്ന് വീട്ടിൽ ഒന്നുമില്ല കഴിക്കാൻ, മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് ഭക്ഷണമുണ്ട്, നമുക്ക് രണ്ടാൾക്ക് പോലും ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണമില്ല, എങ്ങനെയാണ് നമ്മൾ ആ അതിഥിക്ക് ഭക്ഷണം കൊടുക്കുക? ഉടനടി ആ സ്വഹാബി ആ ഭാര്യയോട് പറയുന്നുണ്ട്, നീ മക്കളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഉറക്ക്, നമുക്ക് അവർക്ക് നാളെ രാവിലെ അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഞാൻ കൊണ്ടുവരാം, അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ അതിഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത്, അവർക്ക് വേണ്ടി നമുക്ക് ഭക്ഷണം കൊടുക്കണം. ആ ഭാര്യയുടെ മനോഹരമായ സ്വഭാവം നമ്മളവിടെ വായിച്ചെടുക്കണം. അങ്ങനെ ആ ഭാര്യ ആ മക്കളെയെല്ലാം ഉറക്കിക്കിടത്തി ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ആ ഭാര്യ ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ്. ആ വിളക്ക് അവർ കെടുത്തി കളയുകയാണ്. എന്നിട്ട് വിളക്കിനെന്തോ കേട് പറ്റിയിട്ടുണ്ട്, അത് നന്നാക്കുന്ന പോലെ അഭിനയിക്കുന്നു. ശേഷം ആ അതിഥിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. എന്നിട്ട് ശേഷം ഈ സ്വഹാബി ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ സമയം അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഭക്ഷണം കഴിച്ചതുപോലെ അവർ രണ്ടുപേരും എഴുന്നേൽക്കുന്നു. രാത്രി അവിടെ ഉറങ്ങിയിട്ട് സുബഹിക്ക് പിറ്റേന്ന് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഈ അൻസാരിയായ സ്വഹാബിയെ കണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചിട്ട് പറയുന്നു, അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇന്നലെ രാത്രി ചെയ്ത ആ പ്രവൃത്തി, അള്ളാഹുവിന് അത്യധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വാക്കുകൾ കൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്. സ്വന്തം മക്കളുടെയോ വീട്ടുകാരുടെയോ ഒക്കെ പട്ടിണിയും വിശപ്പും ഒക്കെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഭൗതികമായ ഒരു നേട്ടവുമില്ല, ഈമാനിൻ്റെ വെളിച്ചം മാത്രമാണ് അവരെ ഈ അവസരത്തിലൊക്കെ നയിക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് മുഹാജിരികൾ വന്നുകൊണ്ട് വേവലാതിപ്പെടുന്നുണ്ട്, നബിയെ പ്രതിഫലവും കൂലിയും മുഴുവനും ഇങ്ങനെ പോയാൽ അൻസാരികൾ കൊണ്ടുപോകുമല്ലോ. അത്രമേൽ സന്തോഷത്തോടെയാണ് അവർ സ്വീകരിക്കുന്നത്, ദാനം നൽകുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകനെയും സ്വഹാബിമാരെയും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കൂലിയുടെ കാര്യത്തിൽ അവർ ഞങ്ങളെ മറികടക്കുമോ എന്ന് വേവലാതിപ്പെട്ടുകൊണ്ട് മുഹാജിരികൾ വരികയാണ്. രണ്ടുപേരുടെയും നന്മയിലേക്കുള്ള ഒരു ആഗ്രഹവും ത്വരയും നമ്മൾ കാണുന്ന ഇവിടെ. ഉടനടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇല്ല, നന്മയിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് കൂലി ലഭിക്കും എന്നതാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ മുഹാജിറിനെയും അൻസാരിനെയും വിളിച്ചിട്ട് അവർ തമ്മിൽ സൗഹൃദം സ്ഥാപിക്കുകയാണ്, സഹോദരന്മാരാക്കുകയാണ്. അവരുടെ മുൻകാലത്തുണ്ടായിരുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ കുടുംബം, അവരുടെ ഏരിയ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്. അഥവാ സമ്പന്നനായ കച്ചവടം ചെയ്യുന്ന സ്വഹാബിയെയും മദീനയിൽ അതുപോലെ സമ്പന്നനായ സ്വഹാബിയെയും ചേർക്കുന്നു. അതുകൊണ്ട് അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടാവും. മാത്രമല്ല ഇൽമിയായിട്ട് പണ്ഡിത
പണ്ഡിതന്മാരായ 2 സ്വഹാബിമാരെ ചേർക്കുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൗഹൃദം അവർക്കിടയിൽ സ്ഥാപിച്ചെടുക്കുന്നത്. അങ്ങനെ മനോഹരമായ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ കീഴിൽ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും വിശദമായിട്ട് കിടക്കുന്നില്ല. മദീനയെ സംബന്ധിച്ചിടത്തോളം മുഹാജിരികളായ ആളുകൾക്ക് വന്നിവിടെ നടന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥയായിരുന്നു. മദീനയുടെ കാലാവസ്ഥ അത്ര നല്ലതായിരുന്നില്ല അന്ന്. ചരിത്രം ഉടനീളം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായിരുന്ന ഈ ഹാഷിം, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായിരുന്ന അബ്ദുള്ള, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബീവി, ഇവരൊക്കെ വഫാത്താകുന്നത് മദീന സന്ദർശനത്തിന് ശേഷമാണ്. കാരണം ഇവിടുത്തെ കാലാവസ്ഥ അത്രമേൽ മോശമായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അത്ര ബലഹീനമായതുകൊണ്ടാണ് പെട്ടെന്ന് അസുഖം വന്നിരുന്നതും പകർച്ചവ്യാധികൾ പരന്നിരുന്നതൊക്കെ. അവിടുത്തെ ആളുകൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയിരുന്നു. അവിടേക്ക് പുറത്തു നിന്ന് ഒരാളുകൾ വന്നു കഴിഞ്ഞാൽ ഉടനടി അവർക്ക് രോഗം ബാധിക്കുമായിരുന്നു. മക്കയിൽ നിന്ന് ഇവർ മദീനയിലേക്ക് എത്തിയ ഉടനെ അബൂബക്കർ തങ്ങളും ബിലാൽ തങ്ങൾക്കും ഉടനെ ഒട്ടുമിക്ക സ്വഹാബിമാർക്കും കാര്യമായ പനി പിടിപെട്ട് ഈ മക്കയിൽ നിന്ന് പറിച്ചു നട്ട വേദനയും സങ്കടമൊക്കെ മാറുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം കൂടെ അവരിലേക്ക് വന്നു ചേരുന്നു. ആയിഷ ബീവി പറയുന്നുണ്ട്, പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പനിച്ച് വരച്ചിട്ട് കിടക്കുകയാണ്. മരണത്തെ ഓർത്തുള്ള കവിതകളൊക്കെയാണ് ആ സമയത്ത് അബൂബക്കർ തങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത്. അബൂബക്കർ തങ്ങൾ വിചാരിക്കുന്നത് ഈ പനിയോടുകൂടെ താൻ മരിച്ചു പോകുമെന്ന. പിന്നീട് ബിലാൽ തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മക്ക മുശ്രിക്കീങ്ങളെ ശപിച്ചുകൊണ്ട് മക്ക വിട്ടുപോയ നാടിനെ പറ്റിയുള്ള വേവലാതികൾ ഓർത്തിട്ടൊക്കെയുള്ള കവിതകളാണ് പാടുന്നത്. ആയിഷ ബീവി ഈ കണ്ട വേദനിപ്പിക്കുന്ന കാഴ്ചയുമായി പ്രവാചകന്റെ അടുത്തേക്ക് എന്നിട്ട് പരാതി പറയുകയാണ്, നബിയെ, എല്ലാവർക്കും രോഗമാണ്, എല്ലാവരും ആ അവസ്ഥയിൽ കിടന്ന് പൊളയുകയാണ്. അബൂബക്കർ തങ്ങൾ പാടിയ കവിതയും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വേദനിപ്പിക്കുന്ന കവിതകളൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഉടനടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, മദീനയെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നഗരമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നും ആ പ്രാർത്ഥനയുടെ ഫലം നമ്മൾ അനുഭവിക്കുകയാണ്. മക്കയെ സംബന്ധിച്ചിടത്തോളം മക്കയെ ഏറ്റവും പ്രിയപ്പെട്ട നഗരമാക്കി അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ അവസ്ഥയൊക്കെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. അവിടെ സുതാര്യമായ കച്ചവട സ്ഥാപനങ്ങളും അവിടുത്തെ മനോഹരമായ സാമ്പത്തിക വ്യവസ്ഥകളും അവിടുത്തെ പഴവർഗ്ഗങ്ങളും കൃഷിയൊക്കെ നടക്കുന്നത് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന മുഖേനയാണ്. മദീനയാകട്ടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പിന്നീട് മക്കയേക്കാൾ പ്രിയപ്പെട്ടതായിട്ട് ഈ സ്വഹാബിമാർക്ക് മദീന മാറി എന്നുള്ളതാണ്. ഇന്നും മദീനയിൽ പോയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് മക്കയേക്കാൾ സമാധാന അന്തരീക്ഷം നൽകുന്നത് മദീനയാണ്, പ്രിയപ്പെട്ട നഗരമായിട്ട് അവർക്ക് മദീന അനുഭവപ്പെട്ടു എന്നുള്ള നേർസാക്ഷ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കാണാത്തവർക്കൊക്കെ അവിടെ മദീനയിൽ ചെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് മദീനയിൽ നടന്ന ഏറ്റവും സുപ്രധാനമായ സംഭവം ഇവരുടെ നിസ്കാരത്തിലുള്ള മാറ്റങ്ങളായിരുന്നു. ഇസ്രാ മിഅ്റാജ് സംഭവത്തിന് ശേഷം തന്നെ നിസ്കാരം നിർബന്ധമാക്കിയിരുന്നു. പക്ഷേ എല്ലാ വക്തും 2 റക്അത്തായിട്ടാണ് അവർ നിസ്കരിച്ചിരുന്നത്. സുബ്ഹിയും ളുഹറും മഗ്‌രിബും ഇശാ ഒക്കെ അവർ 2 റക്അത്തായി നിസ്കരിച്ചിരുന്നത്. അത് പിന്നീട് ഓരോ റക്അത്തുകളാക്കി മാറ്റുന്നത് ഈ മദീനയിലെത്തിയതിന് ശേഷമാണ്. സുബ്ഹി 2 റക്അത്താണ്, ളുഹർ 4 റക്അത്താണ്, അസർ 4 റക്അത്താണ് എന്ന റക്അത്തുകൾ കൃത്യപ്പെടുത്തുന്നത് ഈ മദീനയിലേക്ക് എത്തിയ ഈ ഒരു കാലയളവിലാണ്. അതിനുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വരികയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനുള്ള കൽപ്പനകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ വേളയിലാണ്. ഇങ്ങനെ കൃത്യമായ നിസ്കാരത്തിനുള്ള റക്അത്തുകളും ജമാഅത്തുകളൊക്കെ കൃത്യമായപ്പോൾ എങ്ങനെയാണ് ആളുകളെ ഈ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ള മറ്റൊരു പ്രശ്നം അവിടെ വരികയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അതിനൊരു മീറ്റിംഗ് കൂടി ആലോചിക്കുന്നു. ചില ആളുകൾ പറയുന്നു നമുക്ക് ക്രിസ്ത്യൻസിൻ്റെതുപോലെ മണി അടിക്കുന്ന സിസ്റ്റം കൊണ്ടുവരാം. ചില ആളുകൾ പറഞ്ഞു വേണ്ട നമുക്ക് ജൂതരുടേതുപോലെ കുഴലൂതുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എവിടെയും എത്താതെ അന്ന് ആ ചർച്ച പിരിഞ്ഞു പോകുന്നു. അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. രാത്രി പച്ച വസ്ത്രങ്ങൾ ധരിച്ച ഒരു മനുഷ്യൻ തൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരു മണിയും ഒരു കുഴലൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണുന്നു. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിക്കുന്നത്, നിങ്ങൾ ആ കുഴലും മണിനാദവും ഒക്കെ എനിക്ക് തരുമോ? ഞങ്ങൾക്ക് നിസ്കാരത്തിന് സമയം അറിയിക്കാൻ ഉപയോഗിക്കാനാണെന്ന് പറയുമ്പോൾ ആ പച്ച വസ്ത്രധാരി ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നു സ്വപ്നത്തിൽ വന്നുകൊണ്ട്, ഇതൊന്നുമല്ല നമ്മുടെ അടയാളം, അത് ബാങ്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാങ്കിൻ്റെ ലഫ്ലുകൾ ഈ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സുബഹിക്ക് ഉറക്കമുണർന്ന ഉടനെ അദ്ദേഹം പള്ളിയിലേക്ക് ഓടുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കഴിഞ്ഞ രാത്രി കണ്ട മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ആ ബാങ്കിൻ്റെ ലഫ്ലുകൾ അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ക്ലിപ്തമായിട്ട് കിടക്കുകയാണ്. ഉടനടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഐന ബിലാൽ, ബിലാൽ എവിടെയാണ്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവിടേക്ക് വിളിച്ചു കൊണ്ടുവരികയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. കാരണം അഹ്സൻ സൗത്ത്, അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുര്യം അതിമനോഹരമായിരുന്നു എന്നാണ് അതിന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം പറയുന്നത്. മാത്രമല്ല
ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ചാനലിൽ തന്നെ അവതരിപ്പിച്ചതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അവരുടെ ഉടമസ്ഥൻ്റെ പാറക്കല്ലുകൾ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് മേത്ത് വെച്ച് പൊള്ളിക്കുമ്പോഴും ഇലാഹി മന്ത്രങ്ങളിൽ അഹദ് അഹദ് എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു തന്നെയാണ് പിന്നീട് ഇവിടെ നിസ്കാര സമയം ക്ലിത്തപ്പെടുമ്പോൾ അതിന് ആളുകളെ നിസ്കരിക്കാൻ വിളിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന മധുര ധ്വനികൾ ഉയർത്താൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുന്നത്. ആ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവും അതേ സ്വപ്നം കണ്ടത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അതുപോലെ തന്നെ ഒരു ദിവസം സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നപ്പോൾ ഒരുപാട് സ്വഹാബിമാർ അവിടെ ഉറങ്ങിക്കിടക്കുന്നത് കാണുകയാണ്. ആ സമയത്താണ് ബിലാൽ റളിയല്ലാഹു അൻഹു സ്വയം സ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് ബാങ്കിൽ കൂട്ടിച്ചേർക്കുന്നത്. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും അത് ഇനി മുതൽ തുടർന്നു പോകാൻ കൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് ആ ബാങ്ക് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നിലവിൽ വരുന്നത്. മദീനയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അവിടുത്തെ മദീന ചാപ്റ്റർ എന്നറിയപ്പെടുന്ന മദീനയുടെ ഭരണഘടന നിലവിൽ വന്നതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മദീന എന്നത് കേവലം മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്നൊരിടമല്ല. അവിടെ ഒരുപാട് ജൂതർ താമസിക്കുന്നുണ്ട്, കാലങ്ങളായിട്ട് താമസിക്കുന്ന ജൂതരുണ്ട് അവിടെ. മാത്രമല്ല മറ്റു ബഹുദൈവ ആരാധകരൊക്കെ ഉണ്ട്. അവർക്കിടയിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ കൃത്യമായ ഒരു ഭരണഘടന അവിടെ നിലവിൽ വരണം. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ ഒരു ഭരണഘടന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിക്കുകയാണ്. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി നിലവിൽ വന്ന ഭരണഘടന എന്നാണ് ഈ മദീന ചാപ്റ്റർ അറിയപ്പെടുന്നത്. അവിടെ മുഹാജിരിങ്ങളുണ്ട്, അൻസാരിങ്ങളുണ്ട്, ജൂതരുണ്ട്, മറ്റു മുശ്രിക്കുകളുണ്ട്. ഇവർക്കിടയിൽ വന്ന ഒരു ഭരണഘടനയായിരുന്നു അത്. അതിൽ 25ഓളം നിയമങ്ങൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും 27 നിയമങ്ങൾ അത് നൺ മുസ്ലിംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. അതിൽ ജൂതർക്കും മറ്റു മതസ്ഥർക്കൊക്കെ കൃത്യമായ മതസ്വാതന്ത്ര്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ച് നൽകിയ എന്നുള്ളതാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുന്ന ഖുർആൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് വ്യക്തമായ മതസ്വാതന്ത്ര്യം, നിങ്ങളുടെ മതം സ്വീകരിക്കാനും അതിലുള്ള ആശയാദർശങ്ങൾ കൈമാറാനും അതിൽ ആരാധന കർമ്മങ്ങൾക്കുള്ള വ്യക്തമായ സ്വാതന്ത്ര്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വകവെച്ച് കൊടുക്കുകയാണ്. ഇസ്ലാമിനെ കരിവാരി തേക്കാനും ഇസ്ലാമിലെ മതസ്വാതന്ത്ര്യത്തെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നവരൊക്കെ ഈ 6-ാം നൂറ്റാണ്ടിൽ നടന്ന ഈ സംഭവത്തെ വെറുതെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക മാത്രം ചെയ്യുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനി ആ ജൂതരെങ്ങാനും അല്ലെങ്കിൽ മറ്റു മതക്കാരെങ്ങാനും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർക്ക് പൂർണ്ണമായ സംരക്ഷണം ആ മതസ്ഥരിൽ നിന്നും ഈ മുസ്ലിങ്ങൾ നൽകുമെന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല സാമ്പത്തിക കാര്യത്തിലാണ് കൃത്യമായ ഇടപാടുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്നത്. ഒരാളെ അറിയാതെ വധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നൽകേണ്ട ദിയത്തുകളെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ സിസ്റ്റങ്ങൾ, പാവങ്ങളെ പരിപോഷിപ്പിക്കാനുള്ള അവർക്ക് നൽകുന്ന സഹായങ്ങളെ പറ്റിയുള്ള, അവർക്ക് നൽകേണ്ട ദാനങ്ങളെ പറ്റിയുള്ള കൃത്യമായ ബോധം അതിന് കൃത്യമായ നിയമങ്ങളൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിക്കുന്നു. മാത്രമല്ല ഒരു ശത്രു എങ്ങാനും മദീനയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ജൂതരെന്നോ മുസ്ലിങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഒരുമിച്ച് നിന്ന് അവരോട് പൊരുതുമെന്ന നിയമമൊക്കെ അന്ന് നിലവിൽ വരുന്നുണ്ട്. പലവട്ടം ജൂതർ ഇതിനെ ലംഘിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ കൃത്യമായ നിയമം അന്ന് അവിടെ നടപ്പിലാക്കുന്നുണ്ട്. മാത്രമല്ല നന്മയെ അതിരറ്റ് സഹകരിക്കാനും പാപത്തെ നിശിതമായിട്ട് വിമർശിക്കാനും അതിനെ എതിർത്ത് നിൽക്കാനൊക്കെ ഉള്ളതായിരുന്നു ആ നിയമസംഹിതകൾ. നീതിക്കുമേൽ ശക്തമായി നിലനിൽക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിക്കുന്നുണ്ട്. വിശ്വാസികൾ പരസ്പരം ഒരിക്കലും ആയുധമെടുക്കരുതെന്നും അവർ പരസ്പരം ഒരു ആക്രമണവും ഉണ്ടാകരുതെന്നും സൗഹൃദ മനോഭാവത്തോടെയാണ് അവിടെ ജീവിക്കേണ്ടതെന്നൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട നിയമം മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അപരൻ്റെ സ്വത്ത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൈ മുറിക്കുക തന്നെ വേണം. അങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രഭു കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാൾ മോഷ്ടിക്കുന്നത്. ആ സമയത്താണ് പ്രവാചകൻ്റെ അടുത്ത് വന്നുകൊണ്ട് സ്വഹാബത്ത് പറയുന്നുണ്ട്, അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ്, നമുക്ക് അദ്ദേഹത്തെ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ. ആ സമയത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും ഞാൻ അവരുടെ കൈ മുറിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിയമങ്ങൾക്ക് മേൽ അത്രമേൽ കണിശമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ജൂതരുമായിട്ട് വളരെ സൗഹൃദ മനോഭാവത്തോടെ സഹകരണത്തോടെ ഒരു ജീവിതമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭരണഘടനയിലൂടെ മദീനയിൽ സ്ഥാപിക്കുന്നത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നിറച്ച് കഴിക്കരുത്, അവർക്ക് വേണ്ടി നിങ്ങൾ കറിയിൽ അല്പം വെള്ളം ചേർത്തിയിട്ട് അവർക്ക് കൊണ്ടുകൊടുക്കണമെന്നും ജൂതരായ ആളുകളുടെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ അവർക്ക് ബഹുമാന സൂചകമായി എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യസ്നേഹിയായ പ്രവാചകനെയൊക്കെ ആ ചരിത്രത്തിൻ്റെ തുടർ വായനകൾ നമ്മൾ കാണുന്നുണ്ട്. മക്ക മുശ്രിക്കുകളുമായിട്ട് ഒരു സഹകരണവും പാടില്ലെന്നും അവർ ഞങ്ങൾ ആട്ടി ഓടിച്ച് അവരുടെ പുറത്തിമുട്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് മക്ക മുശ്രിക്കുകളുമായിട്ട് ഒരു സഹകരണം പാടില്ല എന്ന നിയമവ്യവസ്ഥയും അതിലുണ്ടായിരുന്നു.
നമ്മൾ പറഞ്ഞ പോലെ ജൂതന്മാർ പലവട്ടം ഇതൊക്കെ ലംഘിക്കുന്നുണ്ട് എന്നുകൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. മദീന ചാപ്റ്റർ എന്നറിയപ്പെടുന്ന ഈ ഭരണഘടനയെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇസ്ലാമിനെയൊക്കെ എതിർക്കുന്നവർ പോലും ഇതിനെ പ്രശംസിക്കുന്നതായിട്ടും പ്രകീർത്തിക്കുന്നതായിട്ടും ഒക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിലും അക്കാദമിക് ലേഖനങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അവിടെ നടക്കുന്നത് കിബില മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഹിജറ 2-ാം വർഷം ശഅബാൻ മാസത്തിലാണ് ഈ കിബില മാറ്റം സംഭവിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് വഹി ലഭിക്കുന്ന അന്ന് മുതലേ നിസ്കാരം നിർബന്ധമാകുന്നുണ്ട്. പ്രവാചകൻ അന്ന് മുതലേ നിസ്കരിക്കുന്നുണ്ട്. അത് പ്രപിതാക്കളുടെ അവരെല്ലാവരും മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരൊക്കെ നിസ്കരിച്ചതുപോലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവരൊക്കെ നിസ്കരിച്ചിരുന്നത്. പിന്നീട് ഈ മദീനയിലേക്ക് എത്തുന്ന ശേഷം മക്കയിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്നത് കഅബയും ബൈത്തുൽ മുഖദ്ദസും ഒരേ ഡയറക്ഷനിൽ വരുന്ന രൂപത്തിൽ നിന്നുകൊണ്ടാണ് നിസ്കരിച്ചിരുന്നത്. ആ സമയത്ത് മക്ക മുശ്രിക്കുകൾ കണ്ടാൽ അവർ വിചാരിക്കും കഅബക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിച്ചിരുന്നത്. അതായിരുന്നു നബിക്ക് കിട്ടിയിരുന്ന കൽപ്പനയും. പക്ഷേ മദീനയിലേക്ക് എത്തിയപ്പോൾ അത് സാധ്യമാവുകയില്ല. കാരണം കഅബയും ബൈത്തുൽ മുഖദ്ദസും മദീനയെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് വരുന്നത്. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കടുത്ത മാനസിക പ്രയാസം ഉണ്ടാക്കുന്നു. ഒരു ദിവസം വഹിയുമായിട്ട് വന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നുണ്ട്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, എനിക്കിതിൽ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല, ഞാൻ വെറും ഒരു അടിമ മാത്രമാണ് നിങ്ങളെപ്പോലെ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൃപ്തി ഉണ്ടായിരുന്ന ഒരു കാര്യം പോലും അത് അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ സ്വയം ഇഷ്ടപ്രകാരം ഒരിക്കലും നബി ചെയ്തിട്ടില്ല. ഒമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ എന്ന ഖുർആനിക സൂക്തം നമ്മൾ പഠിപ്പിക്കുന്നത് വഹ്യ് മുഖേന മാത്രമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിത കാലഘട്ടങ്ങൾ ഓരോന്നും നിയമങ്ങളും നിയമ സംവിധാനങ്ങളും ഒക്കെ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തി 17-16 മാസങ്ങൾക്ക് ശേഷം ആ കൽപ്പനയും വരികയാണ്. ബഖറ സൂറത്തിലൂടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ കൽപ്പന വരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഈ വിഷമത്തിൽ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ബഖറ സൂറത്തിറങ്ങുന്നു, നിങ്ങളുടെ മുഖം നിങ്ങൾ ആകാശത്തേക്ക് ഉയർത്തുന്നത് നാം കാണുന്നു, നിങ്ങൾക്ക് തൃപ്തിയുള്ളിടത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൂ എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന വരുന്നത്. അഥവാ നിങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞാണ് ഇന്നു മുതൽ നിസ്കരിക്കേണ്ടത് എന്ന കൽപ്പന വരുന്നു. അങ്ങനെ ഒരു അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് ആ കൽപ്പന വന്നത്. അത് നിസ്കാരത്തിൻ്റെ ഇടയിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ പകുതി വെച്ച് തിരിഞ്ഞ് നിസ്കരിച്ചു എന്നൊക്കെ നമുക്ക് ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഏതായാലും ആ അസർ നമസ്കാരം മുതലായിരുന്നു ആ ആദ്യത്തെ കിബില മാറ്റം സംഭവിക്കുന്നത്. മദീനയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക നിയമങ്ങളാണെങ്കിൽ അത് ഹിജറ 2 പിന്നീട് റമളാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കുകയാണ്. ആ നോമ്പിൻ്റെ അവസാനത്തോടുകൂടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുന്നു. അതിനുശേഷം പിന്നീട് സക്കാത്ത് നിർബന്ധമാകുന്നു. ഹജ്ജല്ലാത്ത എല്ലാ പ്രധാനപ്പെട്ട കർമ്മങ്ങളും ആ കാലയളവിൽ തന്നെ മുസ്ലിങ്ങൾക്ക് നിർബന്ധമാവുകയാണ്. ഹജ്ജ് കഅബ അന്ന് മക്ക മുശ്രിക്കുകളുടെ കാലത്താണ്. ഹജ്ജ് ഒരിക്കലും സാധ്യമാവുകയില്ല. ആ കാലയളവ് ആയതുകൊണ്ട് തന്നെ ഹജ്ജല്ലാത്ത എല്ലാ കാര്യങ്ങളും ആ കാലയളവിൽ നിർബന്ധമായി വരികയാണ്. ഈ ഫിത്ർ സക്കാത്തും സക്കാത്ത് സിസ്റ്റമൊക്കെ നിലവിൽ വന്നതോടുകൂടെ എക്കണോമിക്കലി ഒരു രാഷ്ട്ര രൂപീകരണത്തിന് വേണ്ട എല്ലാവിധ കാലഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ നിയമ സംവിധാനങ്ങളിലേക്ക് ആ മുസ്ലിം രാഷ്ട്രം ഉയർന്നു വരുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും മികച്ച സാമ്പത്തിക പരിഷ്കർത്താവായിട്ട് മാറുന്ന മനോഹരമായ ഏടുകളാണിത്. നാടിൻ്റെ നട്ടെല്ല്, ആ രാഷ്ട്രത്തിൻ്റെ നട്ടെല്ല് സ്ഥിതി ചെയ്യുന്നത് ആ സാമ്പത്തികമായ അതിൻ്റെ ഭദ്രതയിലാണ് എന്നുകൂടെ നമ്മൾ നോക്കണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം കച്ചവടമായിരുന്നു. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കൃഷിയായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെ രണ്ടിനും സംയോജിപ്പിക്കുകയാണ്. മദീനയിലെ മുഴുവൻ കച്ചവട കാര്യങ്ങളും നോക്കിയിരുന്നത് ജൂതരായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മാർക്കറ്റ് ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ വഞ്ചനയിലൂടെ നടത്തുന്ന കൊള്ളലാഭങ്ങൾ മാത്രമായിരുന്നു അവരുടെ കച്ചവടങ്ങൾ. അറബികളൊക്കെ മുഴുവനും പറ്റിക്കുന്ന തരത്തിൽ അവരുടെ കച്ചവട തന്ത്രങ്ങൾ മാറിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഏറ്റവും വിപ്ലവകരമായൊരു തീരുമാനമെടുക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പള്ളിയുടെ അടുത്ത് പുതിയൊരു മാർക്കറ്റിന് തുടക്കം കുറിക്കുന്നു. ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് കച്ചവടം ചെയ്യാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രത്തോളം ആ കാര്യത്തിൽ നീതിയുക്തമാകുന്നു എന്ന് വെച്ചാൽ ഒരാൾക്കും ഒരു സ്ഥലം എന്ന് പോലും ഫിക്സഡ് അല്ല. ആരാണോ നേരത്തെ വരുന്നത് അവിടെ അവർക്ക് വന്ന് കച്ചവടം ചെയ്യാം. ആളുകൾക്ക് അവിടെ വന്ന് സാധനം വാങ്ങാം. പൂഴ്ത്തിവെപ്പോ കൊള്ളിവെപ്പോ വഞ്ചനയോ ഒന്നും അനുവദിക്കുന്നതല്ല. നല്ല സാധനങ്ങൾ നല്ല രീതിയിൽ വിൽക്കുക. മോശപ്പെട്ട സാധനമാണെങ്കിൽ അതിൻ്റെ ആ മോശപ്പെട്ട സ്വഭാവം പോലും നിങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം.
അതിൻ്റെ വാങ്ങുന്ന സമയത്തും വിൽക്കുന്ന സമയത്തൊക്കെ പൂർണ്ണമായ തൃപ്തിയും നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളൊക്കെ പുറത്തിറക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്നത് ഈ പൈസയെ, ധനത്തെ ആത്മീയമായിട്ട് ബന്ധിപ്പിക്കുന്നു. പൈസയൊന്നും നമ്മുടേതല്ല, അള്ളാഹു നമുക്ക് തരുന്നതാണ് സമ്പത്ത്. അള്ളാഹു നൽകുന്ന സമ്പത്ത് സൂക്ഷിപ്പ് വെക്കാനുള്ള മാത്രമാണ് ഉത്തരവാദിത്തം നമ്മളുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ അതിന് അത്യാർത്ഥിയോടെയോ ദൂർത്തായിട്ട് നമ്മൾ ചെലവഴിക്കരുത്, പിശുക്കാനും പാടില്ല തുടങ്ങിയ സാമ്പത്തികമായ കൃത്യമായ ചട്ടം മുസ്ലിങ്ങൾക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. അന്ത്യനാളിൽ ആദ്യമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മോട് ചോദിക്കുന്നത് നമ്മൾ സമ്പാദ്യത്തെ പറ്റിയും അത് എങ്ങനെ ചെലവഴിച്ചു എന്നതുമാണ്. ഒരുപാട് പൈസ ഉണ്ടാവുന്നതും തീരെ പൈസ ഇല്ലാതിരിക്കുന്നതും നമ്മളുടെ പരീക്ഷണങ്ങളാണ്. അത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അള്ളാഹു നോക്കുന്നത് എന്നതൊക്കെയാണ് ആ വേളയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല, നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്തിൻ്റെ 1% അത് പാവപ്പെട്ടവർക്ക് സക്കാത്തായിട്ട് നൽകാനുള്ളതാണ്. അത് നമ്മുടെ അവകാശമല്ല എന്നതുകൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. മാത്രമല്ല, പലിശ അത് തീർച്ചയായും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന കാര്യങ്ങളിലൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ അധ്യാപനങ്ങൾ നടത്തി കൊടുക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്നത് ഈ അളവുകളുടെയും തൂക്കത്തിൻ്റെയും ഒക്കെ ഏകീകരണമായിരുന്നു. മക്കയെ സംബന്ധിച്ചിടത്തോളം ഒരളവാണ്, മദീനയെ സംബന്ധിച്ചിടത്തോളം അവിടെ മറ്റൊരളവാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരുപോലെയുള്ള ഒരു അളവ് തൂക്കത്തിലുള്ള ഏകീകരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവരുന്നു. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും വൻ പാപമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുന്നു. അത് ജൂതരോടും ആ വ്യവസ്ഥ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാലിക്കുകയാണ്. അവരോടും പറയുന്നുണ്ട്, നിങ്ങളൊരിക്കലും അളവിലും തൂക്കത്തിലും മാറ്റം വരുത്തരുത്, അത് വലിയ പാപമായിട്ട് കാണുന്നു. മാത്രമല്ല, ജോലി എടുത്തതിനുള്ള കൂലി കൃത്യസമയത്ത് തൊഴിലാളിയുടെ വിയർപ്പുണങ്ങും മുമ്പ് അതിനുള്ള കൂലി നൽകണം, ഒരിക്കലും കള്ളസത്യം പറയരുത് എന്നുള്ള അധ്യാപനങ്ങളൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, 1-2 സഹാബിമാരുടെ കീഴിലുള്ള പരിശോധകരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാർക്കറ്റിൽ നിയമിക്കുകയാണ്. ഏത് സമയത്തും മിന്നൽ പരിശോധനയായിട്ട് എല്ലാ വിൽക്കുന്ന കച്ചവട സാധനങ്ങളിലൊക്കെ പരിശോധന നടത്താം. ഇടയ്ക്കിടയ്ക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ പരിശോധകനായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഒരു ദിവസം ഒരു സ്വഹാബി ഇങ്ങനെ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കെ അതിൻ്റെ ധാന്യം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് വഹി മുഖേന അതിൻ്റെ ഉള്ളിലേക്ക് കൈയിടുകയും അതിൻ്റെ ഉള്ളിൽ നനഞ്ഞ ധാന്യം കാണുകയും ചെയ്യുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതൊരിക്കലും അനുവദിക്കുകയില്ല. ആ നനഞ്ഞ ഭാഗം പുറത്തിട്ടുകൊണ്ട് ഇത് നനഞ്ഞ ഭാഗത്തെ പ്രത്യേകം കാണിപ്പിച്ചു കൊണ്ടായിരിക്കണം ഇങ്ങനത്തെ കച്ചവടം തുടങ്ങിയ പൂത്തിവെപ്പുകളെയും വഞ്ചനയൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ എതിർക്കുന്നുണ്ട്. ആധുനിക സാമ്പത്തിക ശാസ്ത്രമൊക്കെ അവതരിപ്പിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്വയം പര്യാപ്തമായ സാമ്പത്തിക അവകാശങ്ങളെപ്പറ്റിയും അതിൻ്റെ നിയമങ്ങളെപ്പറ്റിയും കൃത്യമായ അവബോധത്തോടു കൂടെ സംസാരിച്ച അതിൻ്റെ നിയമങ്ങൾ ഇറക്കിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല, മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ്, ഈ കച്ചവട മാർക്കറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് കൊണ്ടുചെന്ന് കച്ചവടം നടത്തുന്നതിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായി നിരോധിച്ചു. കാരണം ആ വരുന്ന ആളുകൾക്ക് ഇവിടുത്തെ കച്ചവട മാർക്കറ്റിലുള്ള വിലയോ അതിൻ്റെ ഇടപാടുകളെ പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് സാധനം വിറ്റ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക വഴി ഇവർക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കുകയാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് നിന്ന് കച്ചവടം ചെയ്യുക അതും അനുവദിക്കുകയില്ല. ആരാണോ നേരത്തെ എത്തുന്നത് അവർക്ക് നല്ല സ്ഥലം നോക്കി തിരഞ്ഞെടുക്കാം, അവിടെ കച്ചവടം ചെയ്യാം. ചില ആളുകളൊക്കെ സ്ഥിരമായി അവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി ടെൻ്റൊക്കെ കിട്ടിയിരുന്നു. അതെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊളിച്ചു കളയുകയാണ്. ഇങ്ങനെ കൃത്യമായ അവബോധത്തോടുകൂടെ സാമ്പത്തിക പരിജ്ഞാനം ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് മദീനയിൽ നിന്ന് പിന്നീട് ജൂതർ പോയപ്പോൾ പോലും മുസ്ലിങ്ങൾ അത്രയും സ്വയം പര്യാപ്തമായ സാമ്പത്തിക വിദഗ്ധരായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തെ അത്രമേൽ മുന്നോട്ട് കുതിക്കാനുള്ള കാരണമായിട്ട് മാറുന്നത്. മദീനയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ദീനിൻ്റെ ചിത്രം എന്നുള്ളത് അത് അസ്ഹാബ് സുഫയായിരുന്നു. അസ്ഹാബ് സുഫ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് പിന്നീടും പലായന ആവശ്യാർത്ഥം മദീനയിലേക്ക് എത്തിച്ചേരുകയാണ്. അവർക്ക് എല്ലാവർക്കും അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം അന്ന് മദീനയിൽ ഉണ്ടാവുന്നില്ല. ശേഷിക്കുന്ന ആളുകളൊക്കെ പലരും ഇങ്ങനെ പള്ളിയിലൊക്കെ താമസിക്കുകയാണ്. അവരുടെ നേതാവായിക്കൊണ്ട് വരുന്ന സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിഗണനയോടുകൂടെ പ്രവാചകന്റെ വിരുന്നുകാരായിട്ടാണ്, അള്ളാഹുവിൻ്റെ വിരുന്നുകാരായിട്ടാണ് സ്വഹാബിമാരും
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ അവരെ പരിഗണിക്കുന്നത്. കാരണം സദാസമയം പ്രവാചകൻ്റെ കൂടെ തെക്കുവയിലായി, ആരാധനയിലായി, പ്രവാചകൻ്റെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, അറിവ് പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കുന്ന സ്വതക്കയും അവർക്ക് ലഭിക്കുന്ന മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ പങ്കുചേർന്നുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ഈ 10-70ഓളം വരുന്ന അസ്ഹാബ് സുഫ എന്നറിയപ്പെട്ടിരുന്ന ആളുകൾ. സുഫ എന്ന് ഉദ്ദേശിക്കുന്നത് ചായ്പ്, കൂര എന്നതൊക്കെയാണ്. അങ്ങനെ പള്ളിയിൽ താമസിക്കുന്ന സ്വഹാബിമാർ, അവരാണ് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ നിർവഹിക്കുന്നത്. പ്രവാചകൻ്റെ കൂടെ സദാ ജീവിക്കുകയും പ്രവാചകൻ്റെ ഇൽമ് മറ്റു കാലഘട്ടങ്ങളിലേക്ക് കൈമാറി വരാൻ ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കേവലം 4 വർഷമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ കൂടെ ജീവിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദമായ ജീവചരിത്രം നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ചിലർക്ക് ഒരൊറ്റ തുണി മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് അവർ കെട്ടിയിട്ട്, കഴുത്തിലൂടെ കെട്ടി നഗ്നത മറച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. നിസ്കാരത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സദാസമയം അവരവരുടെ ഔറത്തും മറക്കുന്നതിന് വേണ്ടി അത് നിരന്തരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ജീവിക്കുമായിരുന്നു എന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് ഭക്ഷണം കിട്ടിയാലും അത് ഈ അസ്ഹാബ് സുഫയ്ക്കിടയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീതിക്കുമായിരുന്നു. ഫാത്തിമ ബീവിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹസൻ റളിയല്ലാഹു അൻഹു പിറക്കുന്ന വേളയിൽ അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ ബീവിയും വിളിച്ചിട്ട് ആ മുടി കളയുന്ന നേരത്ത് ആ മുടിയുടെ തൂക്കത്തിൻ്റെ അത്രയും വെള്ളി ഈ അസ്ഹാബ് സുഫക്ക് സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുന്നത്. അങ്ങനെ തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും സംഭാവനകളായിട്ട് അത്രയും പ്രിയപ്പെട്ട മനുഷ്യരായിട്ട് ഈ അസ്ഹാബ് സുഫ പ്രവാചകൻ്റെ മാറുകയാണ്. ഒരു യുദ്ധത്തിൽ യുദ്ധ തടവുകാരായി ഒരുപാട് ആളുകളെ ലഭിച്ചപ്പോൾ ഫാത്തിമ ബീവി ചെന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന കാര്യമുണ്ട്, നബിയെ, എനിക്ക് കൈയൊക്കെ വെണ്ട് കയറിയിട്ടുണ്ട്, ജോലി ഭാരം കൊണ്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് തടവുകാരെ കിട്ടിയിട്ടുണ്ടല്ലോ, ഒരു വേലക്കാരനെ എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 33 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന് ചെല്ലണം എന്ന കാര്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഹദീസിൻ്റെ റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത് ഈ യുദ്ധ തടവുകാരെ മുഴുവനും വിറ്റ് അവരുടെ പൈസ കൊണ്ട് ഈ അസ്ഹാബ് സുഫിയുടെ കാര്യങ്ങൾ എല്ലാം ശരിയാക്കണം എന്നതായിരുന്നു പ്രവാചകൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് അന്ന് ഫാത്തിമ ബീവിക്ക് ഒരു വേലക്കാരനെ പോലും നൽകാതിരുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുകൾ വായിച്ചാൽ അവരുടെ വിശപ്പിൻ്റെ കാഠിന്യം നമുക്ക് മനസ്സിലാവും. എത്രത്തോളം എന്ന് വെച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ വിശപ്പ് കാരണം സ്വഹാബിമാരൊക്കെ വരുന്ന വഴിയിൽ ഇങ്ങനെ ബോധം കെട്ട് വീണു പോകും. നമ്മൾ അത്രത്തോളം വിശപ്പായിരിക്കും. ഒരു ദിവസം വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ ഇവർ മറ്റുള്ള ആളുകളോടൊന്നും ഇവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് വിചാരിച്ചിട്ട് ആരോടും പരസ്യമായിട്ട് ഭക്ഷണമൊന്നും ചോദിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ദിവസം വഴിയിൽ പോയി നിൽക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഴിയിലൂടെ വരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഖുർആനിലെ ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. സംശയം ഉണ്ടായിട്ടെന്നല്ല ചോദിക്കുന്നത്, സംശയം പറഞ്ഞ് ഇങ്ങനെ പോയി അവസാനം വീട്ടിലെത്തിയാൽ ഇന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് അബൂബക്കർ തങ്ങൾ പറയോ എന്നൊരു പ്രതീക്ഷയ്ക്ക് പുറത്താണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഖുർആനിലെ സംശയം ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതൊന്നും അറിയുന്നില്ല. ഖുർആനിലെ സംശയം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു കൊടുത്തു, അബൂബക്കർ തങ്ങൾ നടന്നുപോയി. ശേഷം പിന്നീട് വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇതുപോലെ സംശയം ചോദിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവും ഇത് അറിയുന്നില്ല. ഖുർആൻ സംശയത്തിന് മറുപടി പറഞ്ഞു കൊടുത്ത് ഉമർ തങ്ങൾ പോകുന്നു. പിന്നീട് വരുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖുർആനിലെ സംശയം ചോദിച്ചപ്പോൾ നിനക്ക് ഇതൊന്നും അല്ല വേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചിട്ട് അബൂ ഹുറൈറ തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നബിയുടെ വീട്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു പാത്രം നിറയെ പാല് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നു. എവിടെ നിന്നാണ് ഇത് കിട്ടിയതെന്ന് ചോദിക്കുന്നു. വീട്ടിലൊന്നുമില്ല എന്ന് നബിക്ക് തന്നെ അറിയാം. അങ്ങനെ ചെല്ലുമ്പോഴാണ് ആരോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി നൽകിയ ഒരു പാത്രം പാല് അവിടെ കാണുന്നത്. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് പള്ളിയിലുള്ള മുഴുവൻ അഹ്ലു സുഫയുടെ ആളുകളെയും വിളിച്ചിട്ട് വരാൻ പറയുന്നു. അബൂ ഹുറൈറ തങ്ങൾക്ക് വളരെ വിഷമമാണ്. കാരണം 10-70 ആളുകളുണ്ട്, ഒരു പാത്രം പാല് മാത്രമേ ഉള്ളൂ. എനിക്കെങ്ങാനും തന്നാൽ എനിക്കത് വയറ് നിറയും. എല്ലാവരെയും വിളിച്ചു വന്നാൽ എല്ലാവർക്കും എന്താണ് കിട്ടുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം. അങ്ങനെ പ്രവാചകൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് എല്ലാവരെയും വിളിച്ചു വരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാത്രത്തിൻ്റെ പാൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് എല്ലാവരെയും കുടിപ്പിക്കാൻ പറയുന്നു. അദ്ദേഹം വളരെ വിഷമത്തോടെയാണെങ്കിലും എല്ലാവരെയും കുടിപ്പിക്കുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ,
ഓരോരുത്തരും വയറ് നിറയെ മുഴുവൻ കുടിച്ചിട്ടും ആ പാത്രത്തിൽ പാൽ അവശേഷിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാവർക്കും കൊടുത്തതിന് ശേഷം പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് കുടിക്കാൻ പറയുന്നു, വീണ്ടും കുടിക്കാൻ പറയുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ വയറിലേക്ക് ഇനി ഒരു തുള്ളി പാല് പോലും പോകില്ല. അത്രത്തോളം ആ പാല് കുടിപ്പിക്കുന്നുണ്ട്. അത്രത്തോളം അവരെല്ലാവരും വയറ് നിറഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത്. ഇശാ നമസ്കാരത്തിന് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ അസ്ഹാബ് സുഫയിൽപ്പെട്ട സഹാബിമാരെയും വിളിച്ചിട്ട് പറയുന്നു, ഇന്ന് ഇന്നാലിന്ന സഹാബിമാരൊക്കെ ഇവിടെയുണ്ട്, ആരെയാണ് നിങ്ങൾക്ക് വിരുന്ന് കൊണ്ടുപോകാൻ പറ്റുക? സമ്പന്നരായ സഹാബിമാർ വരുന്നു. അസ്ഹാബ് സുഫയിൽപ്പെട്ട ആളുകളെ 10 പേരെ കൊണ്ടുപോകാൻ പറ്റുന്നവർ 10 പേരെ കൊണ്ടുപോകുന്നു, 1 പേരെ കൊണ്ടുപോകാൻ പറ്റുന്നവർ 1 പേര് കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാവരെയും ഭക്ഷണ കാര്യങ്ങൾ മുഴുവനും കൃത്യമാക്കിയതിനു ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. ആയിഷ ബീവി പറയാറുണ്ട്, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ, മാസങ്ങളോളം അടുപ്പ് പുകയാത്ത സമയം ഉണ്ടായിട്ടുണ്ട്. വയറ്റിൽ ചിലപ്പോൾ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് നബി കിടക്കാറ് തന്നെ. ആ സമയത്ത് ഇതുപോലെ എല്ലാവരേക്കും ഭക്ഷണം ആക്കി കൊടുത്തിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടക്കാൻ വേണ്ടി ചെല്ലുകയാണ്. മാത്രമല്ല, കൃഷി ചെയ്യുന്നവരോട് പള്ളിയുടെ സമീപത്ത് ഒരു കയറ് കെട്ടുകയും നിങ്ങൾക്ക് ലഭിക്കുന്ന വിളവിൽ നിന്ന് ഒരു ഭാഗം ഇവിടെ കൊണ്ടുവന്ന് വെക്കണം, അതിൽ നിന്ന് അസ്ഹാബ് സുഫയിൽപ്പെട്ട ആളുകൾക്ക് അത് ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാമല്ലോ എന്നൊരു പുതിയ സിസ്റ്റം അവിടെ തുടങ്ങുന്നുണ്ട്. ചരിത്രം പറയുന്നു, ഒട്ടോമൻ കാലം വരെ ആ സിസ്റ്റം പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഈ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുത എന്ന് വെച്ചാൽ, പള്ളി എന്നത് ഇന്നത്തെ പോലെ കേവലം ഒരു ആരാധന കേന്ദ്രം മാത്രമല്ല, സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ നിന്ന് ഉടലെടുക്കുന്നതിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ആ പള്ളിയെ മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന ഒരു സിസ്റ്റമായിട്ട്, ആ പള്ളിക്ക് ചുറ്റുമുള്ള ഒരു കേന്ദ്രമായിട്ട് ഇസ്ലാമിക സമൂഹങ്ങൾ വളർന്നു വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മദീനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലങ്ങളിലേക്ക്, ഏറ്റവും സുന്ദരമായ സുരഭിലമായ കാലങ്ങളിലേക്ക് ആ മദീന കാലെടുത്ത് വെക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം അത് തുടക്കം മുതൽ അവസാനം വരെ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അത് ഇവിടെ മദീനയിൽ വരെ എത്തി നിൽക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു മനോഹരമായ സംഭവമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് ആശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.